നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. 4/4/2026 വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം അങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. 22 ക്യാരറ്റ് രൂപ 10,835 ഒരു പവൻ 1,10,1688 ആണ്. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,093 ഒരു പവൻ 1,20,752 ആണ്. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,320 ഒരു പവൻ 90,568. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില വീണ്ടും കുതിച്ചു. കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS കിലോ 228, RSS കിലോ 224, ISNറ്റിൻ്റെ 190, ലാറ്റക്സ് 60% DH 155 രൂപ 35 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS കിലോ 228, RSS കിലോ 224. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രീൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 218, ലോട്ട് കിലോ 195 മുതൽ 200 രൂപ. അഗർത്തല വില നോക്കുമ്പോൾ RSS കിലോ 214, RSS കിലോ 211. ഇന്നത്തെ റബ്ബർ വില രാവിലത്തെ വിലയായിട്ട് നോക്കുമ്പോൾ 2 രൂപയാണ് വൈകിട്ട് കൂടിയത്. ഇനി അങ്ങോട്ട് റബ്ബറിൻ്റെ നല്ല കാലം. കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ കെട്ടടങ്ങാത്തതൊന്നാണ് പെട്രോളിൻ്റെയും മറ്റ് വിലകൾ. അതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ദീർഘനാൾ എടുക്കും. ക്രൂഡ് ഓയിൽ അടുത്തെങ്ങും താഴില്ലെന്ന സൂചനകൾ വന്നതോടെ ടയർ കമ്പനികൾ കേരളത്തിലെ മിക്ക റബ്ബർ ഷീറ്റുകളും ശേഖരിക്കാൻ തുടങ്ങി. ഇനി 5 ദിവസത്തിനിടെ 35 രൂപയാണ് വർധന രേഖപ്പെടുത്തിയത്. യുദ്ധം മൂലം ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് കൃത്രിമ റബ്ബർ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചതും ആവശ്യകതയനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം നടക്കാത്തതും വില കൂടാൻ വളരെയേറെ ഇടയായി. ഒരു മാസം മുമ്പ് 200 രൂപയിലല്ലായിരുന്ന താഴെയായിരുന്ന അന്താരാഷ്ട്ര വില ഇപ്പോൾ അതിൽ 250 അടുത്തെത്തിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് സിന്തറ്റിക് റബ്ബർ. എണ്ണവില ഉയരുമ്പോൾ സിന്തറ്റിക് റബ്ബർ നിർമ്മാണ ചെലവ് കൂടും. ഇത്തരം സന്ദർഭങ്ങളിൽ നിർമ്മാതാക്കൾ പ്രകൃതിദത്ത റബ്ബറിലേക്ക് മാറും. ഇതോടെയാണ് പ്രകൃതിദത്ത റബ്ബറായ നമ്മുടെ നാട്ടിലേക്ക് റബ്ബറിൻ്റെ വില ഉയരാൻ കാരണം. ക്രൂഡ് ഓയിൽ അടുത്ത കാലത്തും താഴില്ലാത്തതുകൊണ്ട് ടയർ കമ്പനികൾ കൂടുതലായി വിപണിയിൽ നിന്ന് ചരക്ക് ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങിയാണ്. പക്ഷേ സാധാരണക്കാരുടെയിലും മറ്റും ഇടത്തരക്കാരുടെയിലും ഇപ്പോൾ റബ്ബർ സ്റ്റോക്ക് ഇല്ലാതാനും. യുദ്ധം തുടങ്ങിയ സമയത്ത് ടയർ കമ്പനികൾ നയം മാറ്റിയിരുന്നു. രാജ്യാന്തര വില ഉയർന്ന ഇറക്കുമതി നഷ്ടമാകുന്ന തിരിച്ചറിവിലാണ് ടയർ കമ്പനികൾ വീണ്ടും സജീവമായത്. ഈ നില തുടർന്നാൽ റബ്ബർ ഷീറ്റിന് 1 കിലോ 250-300 ഇടയ്ക്ക് ആവാനാണ് വീണ്ടും സാധ്യത. ചൂട് കാരണം മിക്ക റബ്ബർ ടാപ്പിംഗ് കേന്ദ്രങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. ചൂട് ഭയങ്കരം തന്നെ. അതിനനുസരിച്ച് ഉൽപ്പാദനം കിട്ടാത്തതുകൊണ്ട് മിക്ക കർഷകരും നിർത്തിവെച്ചിരിക്കുകയാണ്. പാൽ കുറഞ്ഞതാണ് കാരണം. വേനൽ മഴ നന്നായി കിട്ടിയാൽ ഉൽപ്പാദനം വീണ്ടും കൂട്ടാമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും പാട്ടത്തിനെടുത്തവരും. എന്തായാലും മഴ നന്നായി പെയ്തിട്ട് നമുക്ക് ഭൂമി തണുത്തതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് പുനരാരംഭിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു. വളരെ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.